ആയിരിക്കുള്ളൂ. അല്ലെങ്കിൽ അവിടെ ഒരു വില്ലേജ് നടക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആ വില്ലേജിൽ കയറി ലൂട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. അപ്പോൾ ഈ വില്ലേജ് ഇട്ടതൊരു യൂസ്ഫുൾ ആയുള്ള കാര്യം കൂടി തന്നെയാണ്. നമുക്ക് അയൺ ഫാമും ട്രേഡിംഗ് ഹാളൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു സീഡ് അത്യാവശ്യം കൊള്ളാം കേട്ടോ. നൈസ് സീഡ്. ഇവിടെ കുറേ എല്ലാവരും അങ്ങോട്ട് പോകുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ നിന്നും ഇത്തിരി നീങ്ങിയിട്ട് വേണം നമുക്ക് ബേസ് സെറ്റ് ചെയ്യാൻ. സോ നമുക്ക് തൽക്കാലത്തേക്ക് ഇവിടുന്ന് ബെഡിൽ റീസ്പോൺ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ റീസ്പോൺ സെറ്റ് ചെയ്യാം. ഓക്കെ, സോ റീസ്പോൺ സെറ്റ് ചെയ്തൊക്കെ അപ്പോൾ നമ്മൾ മറ്റേ അവിടെ പോയി സ്പോൺ ആവില്ല. പിന്നെ നമുക്കിനി അപ്പുറത്തോട്ട് വല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയ വല്ല ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ഒരു ബേസ് സെറ്റ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ നോക്കി വെക്കാം. സോ ഒരു ശബ്ദം, വല്ല സോംബി ക്രീപ്പർ ഉമ്മാരൊക്കെ ശബ്ദം കേട്ടാണ് ബേസ് ചെയ്യാൻ. സോ അവിടെ കുറച്ച് മരം കിടപ്പുണ്ട്, അതൊക്കെ നമുക്ക് വെട്ടാം. അതിന് മുമ്പ് ഞാൻ ഈ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയ ഒന്ന് നോക്കട്ടെ, ഇവിടെ എങ്ങനെയാണ് വീടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു മരം വെട്ടിയിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. സോ അവിടെ ഒരു മരം നമുക്ക് ഓക്ക് വെട്ടാം ഗൈസ്. സോ ഗൈസ്, നമുക്ക് ആവശ്യമുള്ള മരം ഇട്ടുണ്ട്. നമുക്കിനി പോയിട്ട് ഇവിടെ വല്ല ലൂട്ട് അടിക്കാൻ എന്തെങ്കിലും അതടിക്കാം. ലൂട്ടടിക്കുക. അപ്പോൾ എനിക്കൊരു കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഞാൻ ഈ ഒരു വെള്ളിൽ ഷെയ്ഡ് ഇടണോ ഗൈസ്? കാരണം വാനിലെ തന്നെ കളിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ആക്ച്വലി ആരുള്ളവർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കളിക്കാം. അല്ലെങ്കിൽ